ഗുഡ് മോർണിംഗ് ടു ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബുദ്ധിസത്തെക്കുറിച്ച് പഠിച്ചു. ഇന്ന് നമുക്ക് ജൈനിസത്തെക്കുറിച്ച് പഠിക്കാം. വർദ്ധമാന മഹാവീര എ കണ്ടംപററി ഓഫ് ശ്രീ ബുദ്ധ പ്രൊപ്പഗേറ്റഡ് ജൈനിസം. കണ്ടംപററി മീൻസ് സെയിം ടൈം, സമകാലികൻ. വർദ്ധമാന മഹാവീരൻ ബുദ്ധൻ്റെ സമകാലികനായിരുന്നു. അദ്ദേഹമാണ് ജൈനിസം സ്ഥാപിച്ചത്. അക്കോർഡിംഗ് ടു ദ ബിലീഫ്സ് ഓഫ് ജൈൻസ് ദർ ആർ 24 തീർത്ഥങ്കരാസ്. മഹാവീര വാസ് ദ 24th തീർത്ഥങ്കര. ജൈനിസത്തിൽ 24 തീർത്ഥങ്കരാസ് മീൻസ് അവരുടെ സ്പിരിച്വൽ ടീച്ചേഴ്സാണ് ഉണ്ടായിരുന്നത്. മഹാവീര 24th വൺ ആയിരുന്നു. ഫസ്റ്റ് വൺ ഋഷഭ ദേവനായിരുന്നു. ജൈനിസം ഓൾസോ ലേഡ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഓൺ അഹിംസ. ജൈനിസവും അഹിംസയ്ക്കാണ് ഇമ്പോർട്ടൻസ് നൽകിയത്. ബുദ്ധിസവും അതുപോലെ തന്നെ. അഹിംസ എന്ന് പറഞ്ഞാൽ ഒന്നിനെയും കൊല്ലാതിരിക്കുക, ഹിംസിക്കാതെ ഇരിക്കുക. As in Buddhism, Jainism was also against Vedic practices and caste system. ബുദ്ധിസത്തെ പോലെ ജൈനിസവും വേദിക് പ്രാക്ടീസസിനും കാസ്റ്റ് സിസ്റ്റത്തിനും എതിരായിരുന്നു. കാസ്റ്റ് സിസ്റ്റം മീൻസ് ജാതി വ്യവസ്ഥ. Then Jainism brought radical changes in the Indian society. Radical changes means progressive changes. Mahavira advised the people to lead right life by following the principles of right belief, right knowledge and right action. ശരിയായ ജ്ഞാനം, ശരിയായ വിശ്വാസം, ശരിയായ പ്രവൃത്തി എന്നീ 3 മാർഗങ്ങളായിരുന്നു അവരുടെ പ്രിൻസിപ്പിൾസ്. The Jain saints were abstained from telling lies, killing, stealing and acquiring wealth. ധനസമ്പാദനം, അതുപോലെ കൊല്ലുക, നുണ പറയുക എന്നതിനെല്ലാം എതിരായിരുന്നു ആര്? ജെയിൻ സെയിൻസ്. സെയിൻസ് മീൻസ് സന്യാസിമാർ. ദേ ഫോളോഡ് സെലിബസി ഇൻ ലൈഫ്. സെലിബസി മീൻസ് സന്യാസ ജീവിതം, സെയിൻ ലൈഫ്. Then Jainism encouraged construction of stone pillars, cave temples and statues. അവർ കേവ് ടെമ്പിൾസ്, അമ്പലങ്ങൾ, അതുപോലെ സ്റ്റാച്യൂസ്, പ്രതിമകൾ, സ്റ്റോൺ പില്ലേഴ്സ് എന്നിവയെല്ലാം ഉണ്ടാക്കി. ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ദിസ് ഈസ് ദ സ്റ്റാച്യു ഓഫ് ഗോമതേശ്വർ ഇൻ ശ്രാവണ ബെൽഗോള ഇൻ കർണാടക. അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണ് കർണാടകയിലെ ശ്രാവണ ബെൽഗോളയിലുള്ള ഗോമതേശ്വർ ടെമ്പിൾ. അതൊരു എക്സാമിന് വന്ന ക്വസ്റ്റ്യനാണ്. The separation of the followers of Jainism into Shwetambaras and Digambaras resulted in the decline of the religion. Then ബുദ്ധിസം സ്പ്ലിറ്റ് ചെയ്തതുപോലെ ജൈനിസവും പിന്നീട് 2 ഭാഗങ്ങളായി തീർന്നു. ആ ഫോളോവേഴ്സാണ് ശ്വേതംബരാസ് എന്നും ദിഗംബരാസ് എന്നും അറിയപ്പെടുന്നത്. ഇത് അവരുടെ റിലീജിയൻ ഡിക്ലൈൻ ചെയ്യാൻ, അധപതനത്തിന് ഇടയാക്കി. The common features of both Buddhism and Jainism was that they used the language of common man, Pali and Prakrit for propagating their ideologies. ബുദ്ധിസവും ജൈനിസവും തമ്മിലുള്ള കോമൺ ഫീച്ചർ എന്തായിരുന്നു? അവർ യൂസ് ചെയ്തിരുന്ന ലാംഗ്വേജസ് പാലി ആൻഡ് പ്രാകൃത് ആയിരുന്നു അവരുടെ ലാംഗ്വേജസ്. Then given below are pictures of some places associated with Sri Buddha and Mahavira. Find out the importance of these places and prepare a note on them. First picture, Vaishali. Where is Vaishali? It is in Bihar. What is the importance of Vaishali? It is the birthplace of Mahavira. Then second is Bodh Gaya. It is in Bihar. Buddha attained enlightenment beneath the Bodhi tree. ബോധി വൃക്ഷത്തിന് താഴെ ഇരുന്നിട്ട് ബുദ്ധന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലമാണ് ബോധ്ഗയ. ദെൻ കുഷിനഗർ. ഇറ്റ് ഈസ് ഇൻ UP, ഉത്തർപ്രദേശ്. ഇറ്റ് ഈസ് ദ ഡെത്ത് പ്ലേസ് ഓഫ് ശ്രീ ബുദ്ധ. ദെൻ ലുംബിനി. ഇറ്റ് ഈസ് ഇൻ നേപ്പാൾ. ഇറ്റ് ഈസ് ദ ബർത്ത് പ്ലേസ് ഓഫ് ബുദ്ധ. ദെൻ പവപുരി ഇൻ ബീഹാർ, മഹാവീരാസ് ഡെത്ത് പ്ലേസ്. ദെൻ സാരനാഥ്. What is the importance of Saranath? It is a famous site where Buddhas first taught the Dharma. ധർമ്മത്തെക്കുറിച്ച് ബുദ്ധൻ ആദ്യമായി സംഭാഷണം നടത്തിയ സ്ഥലമാണ് സാരനാഥ്. സാരനാഥിലെ ഡീർ പാർക്കിൽ വെച്ച്. ഇത് ഉത്തർപ്രദേശിൽ ആണ്. നെക്സ്റ്റ് മഹാജനപദാസ്. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് 4 പോയിൻറ്റ്സ് അവർ നൽകിയിട്ടുണ്ട്. ബാക്കി ഒരു ഭാഗം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. എന്താണ് ആ പിക്ചർ മെൻഷൻ ചെയ്യുന്നത് എന്ന്. അതിന് താഴെ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ഡെപ്പിക്ഷൻ ഓഫ് അജാതശത്രു ദ റൂളർ ഓഫ് മഗധ വിസിറ്റിംഗ് ബുദ്ധ. ബുദ്ധൻ്റെ കാലഘട്ടത്തിൽ അജാതശത്രു എവിടെ വിസിറ്റ് ചെയ്തു? മഗധയിൽ. മഗധ വാസ് വൺ ഓഫ് ദ 16 മഹാജനപദാസ് എക്സിസ്റ്റഡ് ഇൻ ഏൻഷ്യൻ ഇന്ത്യ. ഇന്ത്യയിൽ 16 മഹാജനപദാസ് ഉണ്ടായിരുന്നു. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു മഗധ.
ലെറ്റസ് ഹാവ് എ ലുക്ക് ഇൻ ദ ഗ്രോത്ത് ഓഫ് മഹാജനപദാസ്. മഹാജനപദാസിൻ്റെ വളർച്ചയെക്കുറിച്ച് നമുക്ക് കാണാം. ഏതെല്ലാമായിരുന്നു 16 മഹാജനപദാസ്? മഗധ, കോസലം, കാസി, വജ്ജി, കുരു, കംബോജ, മത്സ്യ, വത്സ, അങ്ക, ചെട്ടി, മല്ല, ഗാന്ധാര, അവന്തി, പാഞ്ചാല, അസക, സുരസേന എന്നിവയായിരുന്നു. Then we have already read about the transition from pastoral life to an agrarian one. നമ്മൾ കഴിഞ്ഞ ലെസണിൽ പഠിച്ചതാണ്. ആദ്യം ആൻഷ്യൻ മാന് പാസ്റ്ററൽ ലൈഫാണ്, അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്നവരായിരുന്നു. പിന്നീട് അവർ അഗ്രികൾച്ചറൽ വർക്ക് നടത്തി ഒരു ഭാഗത്ത് സെറ്റിൽഡായി. വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ പീപ്പിൾ ബിഗെയിൻ ടു സെറ്റിൽ ഡൗൺ ഇൻ എ പെർട്ടിക്കുലർ പ്ലേസ്. അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തതോടുകൂടി അവരൊരു പ്ലേസിൽ സെറ്റിൽഡ് ആയി. ദ പ്ലേസ് വേർ പീപ്പിൾ പ്ലേസ്ഡ് ദെയർ ഫുഡ് ഓർ വേർ ദ ട്രൈബ് പ്ലേസ്ഡ് ഇറ്റ്സ് ഫുഡ് ഹോൾഡ് കെയിം ടു ബി നോൺ ആസ് ജനപദാസ്. അങ്ങനെയുള്ള സ്ഥലങ്ങളെയാണ് ജനപദാസ് എന്ന് പറയുന്നത്. അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന അവർ ഒരു സ്ഥലത്ത് സെറ്റിൽ ചെയ്തു. ഇതിനെയാണ് ജനപദാസ് എന്ന് പറയുന്നത്. Such Janapadas were known as according to the tribes that had settled there. Thus the people started to show their loyalty not only on their tribes but also on the places where they had settled. Some of these Janapadas combined together from the Mahajanapadas. ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻ ആണ് കമ്പാരിസൺ ബിറ്റ്വീൻ ജനപദാസ് ആൻഡ് മഹാജനപദാസ്. അപ്പോൾ ജനപദാസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. മഹാജനപദാസ് എന്താണ്? സം ഓഫ് ദി ജനപദാസ് കമ്പൈൻ ടുഗദർ ഫ്രം ദ മഹാജനപദാസ്. ഇതുപോലെയുള്ള കുറേ ജനപദാസ് കമ്പൈൻ ചെയ്തതാണ് മഹാജനപദാസ്. There were 16 such Mahajanapadas in the Indian subcontinent. The Mahajanapadas were either ruled by kings or by Gana Samgas. Kings, രാജാക്കന്മാരോ അല്ലെങ്കിൽ ഗണ സംഘാസോ ആയിരുന്നു അവിടെ റൂൾ ചെയ്തിരുന്നത്. Region lying close to the Himalayan foothills had more of Gana Sanghas ruled them. എവിടെയാണ് ഗണസംഘാസ് ഭരിച്ചിരുന്നത്? ഹിമാലയൻ താഴ്വരങ്ങളിൽ. Whereas most of the Mahajanapadas in the Gangatic plain were under the control of kings. കിങ്സ് ഭരിച്ചിരുന്നത് ഗംഗാറ്റിക് പ്ലെയിനിൽ ആയിരുന്നു. ഇവിടെ ഇന്ത്യയുടെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ മഹാജനപദാസ് ഫ്രം ദ മാപ്പ് ഗിവൺ എബവ് ആൻഡ് ലിസ്റ്റ് അക്കോർഡിംഗ്ലി. 16 മഹാജനപദാസിൻ്റെ നെയിംസാണ്, അതിനെക്കുറിച്ച് എഴുതാനാണ്. അതിന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഭാഗമാണ്. ലിസ്റ്റ് ഔട്ട് ചെയ്യുക. Then it's under the most powerful among the Mahajanapadas was Magadha. What might be the reason for their supremacy? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്, എല്ലാ എക്സാമിനും വരാറുള്ളതാണ്. 5 മാർക്സ് ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ ദർ ആർ മെനി റീസൺ ഫോർ ദ റൈസ് ഓഫ് മഗധ. മഹാജനപദാസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വന്നത് മഗധയാണ് 16 മഹാജനപദാസിൽ. അപ്പോൾ അതിന് കുറേ റീസൺസ് ഉണ്ടായിരിക്കും. എന്തെല്ലാമാണ് റീസൺസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റിച്ച് ഡെപ്പോസിറ്റ്സ് ഓഫ് അയൺ ഓർ അനേബിൾ ടു മേക്ക് ഓഫ് വെപ്പൺസ് ആൻഡ് ഫാമിംഗ് എക്യുപ്മെൻറ്റ്സ്. അവിടെ അയൺ ഓറിൻ്റെ ഡെപ്പോസിഷൻ ഉണ്ടായിരുന്നു. ഇതെന്തിനവരെ സഹായിച്ചു? വെപ്പൺസ് ഉണ്ടാക്കാൻ, ഫാമിംഗ് അഗ്രികൾച്ചർ വർക്ക്സിന് ഉള്ള വെപ്പൺസ് ഉണ്ടാക്കാൻ സഹായിച്ചു. സെക്കൻഡ് വൺ, ഗംഗ ആൻഡ് ഹെർ ട്രിബ്യൂട്ടറീസ് മേഡ് മഗധ എ ഫെർട്ടൈൽ ലാൻഡ്. ഗംഗയും അതിൻ്റെ ഉപനദികളും മഗധയെ ഫെർട്ടിലിറ്റി, നല്ല ഫലഭൂയിഷ്ഠതയുള്ള ലാൻഡാക്കി തീർത്തു. Then trees were nearby forests in the Gangatic plain were used for making big boats to facilitate trade. വാട്ടർ ട്രേഡിന് അവരെ സഹായിച്ചു ബോട്ട്സ്. അപ്പോൾ ട്രീസ് ഒരുപാട് ഉണ്ടായിരുന്നു. ദെൻ മേഡ് യൂസ് ഓഫ് എലിഫൻസ് ഇൻ ദ ബാറ്റിൽസ്. ബാറ്റിൽ ഫീൽഡിൽ അവർ എലിഫൻസിനെ യൂസ് ചെയ്തു. പ്രോഗ്രസ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ്. വാണിജ്യവും കച്ചവടവും വളരെയധികം അഭിവൃദ്ധി പ്രാപിച്ചു. വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ, ജലഗതാഗതം അവരെ ഉയർച്ചയ്ക്ക് സഹായിച്ചു. ദെൻ പവർഫുൾ കിങ്ഷിപ്പ് ആൻഡ് ഹൈലി എഫിഷ്യൻറ്റ് മിലിറ്ററി. കിങ്ഷിപ്പ്, രാജ്യഭരണവും അതുപോലെ എഫിഷ്യൻ്റായ മിലിറ്ററിയുമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ഇതുകൂടെ ഈ മഗധയുടെ വളർച്ചയ്ക്ക് സഹായിച്ചു. നെക്സ്റ്റ്, ഫൈൻഡ് ഔട്ട് ദ നെയിംസ് ഓഫ് ദ മെയിൻ റൂളേഴ്സ് ഓഫ് മഗധ ആൻഡ് ദെയർ ക്ലാൻസ് ഫ്രം ദ ഗിവൺ ബിലോ. ഇവിടെ ഒരു ബോക്സ് നൽകിയിട്ടുണ്ട്. അതിൽ ഡൈനാസ്റ്റിയുടെ നെയിംസ്, ഡൈനാസ്റ്റി മീൻസ് രാജവംശത്തിൻ്റെ നെയിംസുമുണ്ട്. അതുപോലെ അവിടുത്തെ ഇമ്പോർട്ടൻ്റ് രാജാക്കന്മാരുടെ നെയിംസും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് എക്സാമിന് വന്ന ഭാഗമാണ്, കംപ്ലീറ്റ് ദ ബോക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹര്യങ്ക ഡൈനാസ്റ്റിയിൽ ബിംബിസാരനും അജാതശത്രുവുമായിരുന്നു ഇമ്പോർട്ടൻ്റ് രാജാക്കന്മാർ.
ദെൻ ശിശുനാഗ ഡൈനാസ്റ്റി, ശിശുനാഗൻ ആൻഡ് കാലശോകൻ. നന്ദ ഡൈനാസ്റ്റി, മഹാപത്മ നന്ദൻ. ഈ നെയിംസ് ബോക്സ് നന്നാക്കി പഠിക്കേണ്ടതുണ്ട്, എക്സാമിന് വന്നതാണ്. അതിന് താഴെ ഫോറിൻ റിലേഷൻസ്, ലാസ്റ്റ് പാർട്ട്. ദീസ് ആർ ദ സൈറ്റ്സ് ദാറ്റ് അലക്സാണ്ടർ ദ റൂളർ ഓഫ് മാസിഡോണിയ ഇൻ ഗ്രീസ് സോ വെൻ ഹി കെയിം ടു അറ്റാക്ക് ഇന്ത്യ ഇൻ BCE 327. ഈ ഏത് ഇയറിലാണ് അദ്ദേഹം അലക്സാണ്ടർ ഇന്ത്യയെ ആക്രമിക്കാൻ വന്നത്? 327. എവിടുത്തെ രാജാവായിരുന്നു അലക്സാണ്ടർ? മാസിഡോണിയ. വേർ വാസ് ദ റൂളർ ഓഫ് അലക്സാണ്ടർ? ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. മാസിഡോണിയ ഇൻ ഗ്രീസ്. ദെൻ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് പ്രോംപ്റ്റഡ് അലക്സാണ്ടർ ടു അറ്റാക്ക് ഇന്ത്യ? അതും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് വന്നതാണ്. എന്തെല്ലാം ഘടകങ്ങളാണ് അലക്സാണ്ടറെ ഇന്ത്യ ആക്രമിക്കാൻ പ്രേരിപ്പിച്ചത്? ഫസ്റ്റ് വൺ, ടു ക്യാപ്ചർ ഓൾ റീജിയൻ അണ്ടർ ദ പേർഷ്യൻ എംപറർ. എല്ലാ പ്രദേശവും പിടിച്ചടക്കി പേർഷ്യൻ്റെ കൺട്രോളിൽ കൊണ്ടുവരിക. ടു സ്പ്രെഡ് ഗ്രീക്ക് കൾച്ചർ, ഗ്രീക്ക് കൾച്ചർ ഇവിടെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ആയിരുന്നു. എക്സാമിന് വന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ബിഫോർ ദ ഇൻവെൻഷൻ ഓഫ് അലക്സാണ്ടർ ദ നോർത്ത് വെസ്റ്റേൺ റീജിയൻ ഓഫ് ഇന്ത്യ വർ കോൺക്വേർഡ് ബൈ ദ പേർഷ്യൻ റൂളർ സൈറസ്. ആരായിരുന്നു അദ്ദേഹത്തിന് മുൻപെത്തിയ പേർഷ്യൻ റൂളർ? സൈറസ്. The knowledge of the wealth of India and the lack of unity among the rulers in the northwestern region had prompted him to attack India. അദ്ദേഹത്തെ ഇന്ത്യയെ ആക്രമിക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു? ഇവിടുത്തെ വെൽത്തിനെ കുറിച്ചുള്ള അറിവും അതുപോലെ നോർത്ത് വെസ്റ്റേൺ റീജിയനിലുള്ള രാജാക്കന്മാർ തമ്മിലുള്ള യൂണിറ്റി ഇല്ലായ്മ, ഐക്യമില്ലായ്മയും ആയിരുന്നു. ഫോളോയിങ് സൈറസ്, ഡാരിയസ് ഫസ്റ്റ് അറ്റാക്ക്ഡ് ഇന്ത്യ ആൻഡ് ടുക്ക് ഹോൾഡ് ഓഫ് സിന്ധ് ആൻഡ് പഞ്ചാബ്. അദ്ദേഹത്തെ തുടർന്ന് ആരാണ് പിന്നീട് ഇന്ത്യയെ ആക്രമിച്ചത്? ഡാരിയസ് ഫസ്റ്റ്. ദെൻ ദ നെക്സ്റ്റ് പേജ്, ലെറ്റ് us ലുക്ക് ഇൻ ടു ദ റിസൾട്ട് ഓഫ് ദ ഇൻവെൻഷൻ ഓഫ് പേർഷ്യൻ ആൻഡ് മാസിഡോണിയ. അപ്പോൾ നമ്മൾ പഠിച്ചു പേർഷ്യക്കാരും മാസിഡോണിയക്കാരും ഇന്ത്യയെ അറ്റാക്ക് ചെയ്തു എന്ന്. അപ്പോൾ അതിന് കുറച്ച് റിസൾട്ട്, ഫലങ്ങൾ ഉണ്ടായി. അതെന്തെല്ലാമെന്ന് നോക്കാം. ഈ ഭാഗവും എക്സാമിന് 5 മാർക്സിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ റിസൾട്ട് ഓഫ് ദ ഇൻവെൻഷൻ ഓഫ് പേർഷ്യൻ ആൻഡ് മാസിഡോണിയ. അതുപോലെ അതിനടിയിലുമുണ്ട് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദ ഇമ്പാക്റ്റ് ഓഫ് പേർഷ്യൻ ആൻഡ് മാസിഡോണിയൻ ഇൻഫ്ലുവൻസ് ഇൻ ഇന്ത്യ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 5 മാർക്കിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇത് 2 ബോക്സിലാക്കിയിട്ടാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പേർഷ്യൻ റിസൾട്ട്സ് നോക്കാം. ട്രേഡ് റിലേഷൻസ് ബിറ്റ്വീൻ പേർഷ്യ ആൻഡ് ഇന്ത്യ ഇൻക്രീസ്ഡ്. ഇന്ത്യയും പേർഷ്യയും തമ്മിലുള്ള കച്ചവടം വർദ്ധിച്ചു. എ ന്യൂ സ്ക്രിപ്റ്റ് നെയ്മഡ് കരോഷ്ടി വാസ് ഇൻട്രൊഡ്യൂസ്. ഒരു പുതിയ സ്ക്രിപ്റ്റ്, ലിപി ഇൻട്രൊഡ്യൂസ് ചെയ്തു, കരോഷ്ടി ലിപി. ദെൻ ഇൻഫ്ലുവൻസ്ഡ് ഇന്ത്യൻ സ്കൾപ്ചർ. ഇന്ത്യൻ കൊത്തുപണികളെ സ്വാധീനിച്ചു. പേർഷ്യൻ ഗോൾഡ് കോയിൻസ് വേർ സർക്കുലേറ്റഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പേർഷ്യൻ ഗോൾഡ് കോയിൻസ് ക്രയവിക്രയം ചെയ്യപ്പെട്ടു. Then the philosophers and scholars in India got ample encouragement from the Persians. വളരെയധികം ആംപിൾ എൻകറേജ്മെൻറ്റ് മീൻസ് വളരെയധികം സപ്പോർട്ട് കിട്ടി ഇന്ത്യൻ ഫിലോസഫേഴ്സിനും സ്കോളേഴ്സിനും, തത്വചിന്തകർക്ക് വളരെയധികം എന്ത് കിട്ടി? സപ്പോർട്ട് കിട്ടി. ദെൻ നെക്സ്റ്റ് ബോക്സ്, മാസിഡോണിയ. ട്രേഡ് റിലേഷൻസ് വിത്ത് യൂറോപ്പ് വർ സ്ട്രെങ്തൻഡ്. ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള ട്രേഡ് റിലേഷൻസ് വളരെയധികം ശക്തി പ്രാപിച്ചു. ന്യൂ ട്രേഡ് റൂട്ട്സ് ബോത്ത് ലാൻഡ് ആൻഡ് സീ ഡെവലപ്ഡ്. കടൽ വഴിയും കര വഴിയുമുള്ള ട്രേഡ് റിലേഷൻസ് വർദ്ധിച്ചു. ജിയോഗ്രഫിക്കൽ നോളജ് ഇൻക്രീസ്ഡ്. ഭൂമിശാസ്ത്രപരമായ കണ്ടുപിടുത്തങ്ങളും അറിവും വർദ്ധിച്ചു. ദെൻ യൂണിഫിക്കേഷൻ ഓഫ് റീജിയൻസ് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ടിയർ ഓഫ് ഇന്ത്യ ടുക്ക് പ്ലേസ്. ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് പാർട്ട് തമ്മിലുള്ള യൂണിഫിക്കേഷൻ കോമ്പിനേഷൻ നടന്നു, യൂണിറ്റി ഉണ്ടായി. ഗ്രീക്ക് ആർക്കിടെക്ചർ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ. കൂടാതെ ഗ്രീക്കുകാരുടെ ആർക്കിടെക്ചർ, കൊത്തുപണികൾ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യനുമാണ്. ഇനി നമുക്ക് ഈ ലെസൻ്റെ ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കാം, ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ടുവേർഡ്സ് ദ ഗംഗാറ്റിക് പ്ലെയിൻ. സപ്ത സിന്ധു റീജിയണും ഗംഗാറ്റിക് പ്ലെയിനുമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ സപ്ത സിന്ധു റീജിയൻ. നമ്മൾ പഠിച്ചു ദ ആര്യൻസ് വേർ ദ സെൻട്രൽ ഏഷ്യൻ പാസ്ട്രലീറ്റ്സ്. ദേ അറൈവ്ഡ് സപ്ത സിന്ധു റീജിയൻ. ഫസ്റ്റ് അവരെത്തിപ്പെട്ടത് സപ്ത സിന്ധു റീജിയനിലായിരുന്നു. ഋഗ്വേദ, ഫസ്റ്റ് വേദയാണ് ഋഗ്വേദ. ഈ കാലഘട്ടത്തിലാണ് ഋഗ്വേദ
രചിക്കപ്പെട്ടത്. എത്ര വേദാസ് ആണുള്ളത്? 4 വേദാസ്: ഋഗ്വേദ, യജുർവേദ, സാമവേദ ആൻഡ് അഥർവ വേദ. ഇതിൽ ഉപയോഗിച്ച ലാംഗ്വേജ് സാൻസ്ക്രിറ്റ് ആയിരുന്നു. ദെൻ പാസ്റ്ററൽ ലൈഫ്, ഒക്യുപ്പേഷൻ വാസ് കാറ്റിൽ റിയറിങ്. അവരുടെ ഒക്യുപ്പേഷൻ കാറ്റിൽ റിയറിങ് ആയിരുന്നു. പാസ്റ്ററൽ ലൈഫ് മീൻസ് കന്നുകാലികളെ മേച്ച് നടക്കുന്ന ആട്ടിടയന്മാരായിരുന്നു അവർ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഗംഗാറ്റിക് വാലി. ദെൻ സാമവേദ, യജുർവേദ, അഥർവവേദ. ഈ 3 വേദാസ് ഇവിടേക്ക് സെറ്റിൽഡ് ആയതിനു ശേഷമുള്ളതാണ്. ദെൻ അഗ്രികൾച്ചർ, ട്രേഡ്, സിറ്റീസ്. അവർ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തു. അവർ ട്രേഡ് കച്ചവടത്തിലെത്തിച്ചു. കൂടാതെ സിറ്റീസ് എമർജ് ചെയ്തു, പുതിയ സിറ്റീസ് ഉണ്ടായി. ദെൻ നെക്സ്റ്റ് ന്യൂ ഐഡിയാസ്. ഏതെല്ലാമായിരുന്നു ന്യൂ ഐഡിയാസ്? ജൈനിസം, ബുദ്ധിസം. ജൈനിസം സ്ഥാപിച്ചത് വർദ്ധമാന മഹാവീരയും ബുദ്ധിസം സ്ഥാപിച്ചത് ശ്രീബുദ്ധനും ആണ്. ദെൻ നെക്സ്റ്റ് മഹാജനപദാസ്. 16 മഹാജനപദാസാണ് ടോട്ടൽ ഉണ്ടായിരുന്നത്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആയിട്ട് നമ്മൾ കണ്ടത് മഗധ ആയിരുന്നു. ദെൻ ഫോറിൻ റിലേഷൻസ്. ഇപ്പം നമ്മൾ ലാസ്റ്റ് പഠിച്ചതാണ്. പേർഷ്യയും മാസിഡോണിയയുമായിട്ടാണ് ഇന്ത്യക്ക് അക്കാലഘട്ടത്തിൽ ഫോറിൻ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ 8th ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് 9th ചാപ്റ്ററായ ഫ്രം മഗധ ടു താനേശ്വർ പഠിക്കാം. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനൽ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്